പത്തനംതിട്ട കലഞ്ഞൂർ മാങ്കോട് സർക്കാർ ഭൂമിയിൽ നടന്നുവരുന്ന കുടിൽകെട്ടി സമരത്തിലേക്ക് കൂടുതൽ ആളുകൾ എത്തുമെന്ന് സമരക്കാർ. ആവശ്യങ്ങൾ പരിഗണിച്ചില്ലെങ്കിൽ സമരം വ്യാപിപ്പിക്കും. പട്ടയം ലഭിച്ച ഭൂമി വാസയോഗ്യമല്ലെന്ന് ആരോപിച്ചായിരുന്നു വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ചെങ്ങറ മോഡൽ സമരത്തിലേക്ക് ഇവർ കടന്നത്. ബലപ്രയോഗത്തിലൂടെ ഒഴിപ്പിക്കാൻ ശ്രമിച്ചാൽ കൂട്ട ആത്മഹത്യ ചെയ്യും എന്നുള്ള ഭീഷണിയും സമരക്കാർ മുഴക്കുന്നുണ്ട്. കൂടുതൽ ആളുകളെ സംഘടിപ്പിച്ച് സമരം ശക്തമാക്കുമെന്നും വിവിധയിടങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്നുമാണ് സമരക്കാർ പറയുന്നത്. സമരം തുടങ്ങി 4ാം നാളിലും ജില്ലാ ഭരണകൂടമോ ജനപ്രതിനിധികളോ ചർച്ചയ്ക്കെത്തിയിട്ടില്ല. റവന്യൂ ഉദ്യോഗസ്ഥരും പോലീസുമെത്തി ആദ്യഘട്ടത്തിൽ ഇവരെ ഒഴിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. ബലപ്രയോഗത്തിലൂടെ ഇറക്കിവിടാൻ ശ്രമിച്ചാൽ ആത്മഹത്യ ചെയ്യുമെന്ന് സമരക്കാർ നിലപാടെടുത്തു. വർഷങ്ങൾക്ക് മുമ്പ് പട്ടയമായി ലഭിച്ച ഭൂമി വാസയോഗ്യമല്ലെന്നാണ് ആക്ഷേപം. കാട്ടാന സഞ്ചാര മേഖലയെന്നാണ് എഴുതി വിട്ടിരിക്കുന്നത്. ഇവിടെ മുതലെന്നറിയോ, ഞങ്ങൾക്ക് ഭൂമി തരുന്നതിനിപ്പുറം 18 കിലോമീറ്ററിനപ്പുറം വരെ ഉള്ള ഭാഗങ്ങളാണ് കാട്ടാന സഞ്ചാര മേഖല എന്ന് എഴുതിയത്. അത് പാറപ്പുറമാണ് മൊത്തം. കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ നിന്ന് 2 പേർ വീതവും മറ്റുള്ളവർ പത്തനംതിട്ട ജില്ലക്കാരുമാണ്. കാസർഗോഡ്, കണ്ണൂർ, ഇടുക്കി അടക്കമുള്ള വിവിധ ജില്ലകളിൽ പട്ടയം അനുവദിച്ചിരുന്നു. എന്നാൽ അവ കൂറ്റൻ പാറക്കെട്ടുകളും നിബിഡ വനങ്ങളും. 9 ജില്ലകളിലായിട്ട് വാസയോഗ്യവും കൃഷിയോഗ്യമല്ലാത്ത സ്ഥലം തന്നു. എനിക്ക് പാലക്കാട് ജില്ലയിലെ അഗളി എന്ന സ്ഥലത്ത് കാട്ടിൽ കൂടെ 24 കിലോമീറ്റർ വഴി പോലും ഇല്ലാത്തടത്തൂടെ പോയി. അവിടെ കുറെ പേര് പോയവർ അവർ കൊണ്ടുപോയ സാധനം പോലും എടുക്കാതെ കാട്ടുപോത്തിറങ്ങി നാശം ചെയ്ത് അവരന്ന് തന്നെ തിരിച്ചു പോരുമായിരുന്നു ചെയ്തത്. മാറി മാറി വരുന്ന സർക്കാരുകൾ ഇവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നില്ല. എല്ലാവർക്കും വീടും സ്ഥലവും വാഗ്ദാനം ചെയ്ത ചെങ്ങറ പാക്കേജും ഇന്ന് പൂർത്തിയായില്ല. കൂടുതൽ ആളുകളുടെ പിന്തുണ സ്വീകരിച്ച് സമരം വിവിധയിടങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനും സമരക്കാർ ആലോചിക്കുന്നു. സമരത്തിന് ശക്തി കൂട്ടാനായിട്ട് കൂടുതൽ ആളുകളെ വരുത്തും. അതല്ലെങ്കിൽ ഇതുപോണക്കുള്ള മിച്ച ഭൂമികൾ പലയിടത്തും കിടപ്പുണ്ട്, എൻ്റെ പക്കലുണ്ട്. അവിടെ ഞാൻ ആളിനെ കയറ്റും. സർക്കാരും തടയെങ്കിൽ തടയട്ടെ. നേരത്തെ സമരക്കാർ നൽകിയ ഹർജിയിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാതെ നടക്കുന്ന സ്ഥലമെടുപ്പും കുടിയൊഴിപ്പിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്നായിരുന്നു ഹൈക്കോടതിയുടെ സർക്കാരിനോടുള്ള മുന്നറിയിപ്പ്. വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെട്ട് പ്രശ്നപരിഹാരം കാണണമെന്നാണ് സമരക്കാരുടെ ആവശ്യം. കിലോമീറ്ററുകളോളം കാടിനുള്ളിലും പാറക്കെട്ടുകളിലുമാണ് ഇവർക്ക് ലഭിച്ച ഭൂമി. കൃഷി ചെയ്യാൻ കഴിയുന്ന വാസയോഗ്യമായ ഭൂമി ലഭ്യമാകണമെന്നാണ് ഇവരുടെ ആവശ്യം നിറവേറുന്നതുവരെ സമരം തുടരും. ക്യാമറമാൻ ജെറിനൊപ്പം ശ്രീരാജ്, ന്യൂസ് മലയാളം, പത്തനംതിട്ട.